കോർണറിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ FC ആണ്. FC വെർഷൻ 1 വന്നപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു, പക്ഷേ MTക്കകത്തുള്ളൊരു പോരായ്മയായിരുന്നു ഇങ്ങനെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കിടന്ന് ഇങ്ങനെ ആടുമായിരുന്നു. പക്ഷേ ഇതിൽ ഇവനെ മൊത്തത്തിൽ ഞാനൊന്ന് പറയുവാണെങ്കിൽ ഇവനാളൊരു ശാന്തപ്പനാന്ന് പറയാം. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബൈക്ക് ഇഷ്ടപ്പെട്ടോ? എന്തോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ഹലോ ഗൈസ്, സിറ്റ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ അടുത്ത് ഇന്നുള്ളത് നമ്മുടെ പുതിയ FC V3 ആണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ FC V3യുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നേരെ കയറുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഗൈസ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നേരെ കയറുന്ന കൂടെ ഫോളോയും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഗൈസ് അപ്പോൾ ഒട്ടും സമയങ്ങളുണ്ട്, നേരെ ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വണ്ടി തന്നത് JJ മോട്ടേഴ്സ് യമഹ പായ്പാട് ഷോറൂമാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ JJ മോട്ടേഴ്സ് പായ്പാടിനൊരു ബിഗ് താങ്ക്സ് കാര്യം നമുക്ക് വണ്ടി തന്നതിന്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് യമഹയുടെ വണ്ടികൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ JJ മോട്ടേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അവരുടെ നമ്പർ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് വിളിച്ചാൽ മതി. ഗൈസ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കുക, അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഗൈസ് ഇപ്പം നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പം ലുക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങി വേരിയൻ്റ്, അതായത് നമ്മുടെ BS6 FCSൽ വന്നിരിക്കുന്ന സെയിം കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുതരാം. അപ്പം ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു പെയിൻറ്റ് സ്കീമിലുള്ള മാറ്റമാണ്. ഇതുപോലൊരു 3 കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷൻ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു റെഡ് എഡിഷനാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കിലുള്ള ഒരു പെയിൻറ്റ്, പിന്നെ നമ്മുടെ ഈ അലോയ്സ് ഒരു ഗോൾഡൻ ഫിനിഷിലാണ് ഈ ഒരു അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ബാക്ക് ലൈറ്റ്, ബാക്ക് ടെയിൽ ലൈറ്റാണ്. അതായത് നമ്മുടെ MT15ലുള്ള സെയിം ലൈറ്റാണ് നമ്മുടെ പുതിയ FCയിൽ വന്നിരിക്കുന്നത്. പക്ഷേ യമഹ അന്നും ഇന്നും വാശി കാണിക്കുന്ന ഒറ്റൊരു കാര്യത്തിലുള്ളൂ, അതായത് LED ഇൻഡിക്കേറ്റേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഹാലജനെ തന്നെ ഒരു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും LED-ലേക്കുള്ളൊരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ യമഹയുടെ വണ്ടിയുടെ ഭാഗത്തു നിന്നൊന്നും വന്നിട്ടില്ല. ഗൈസ് പിന്നെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ FC V3യിൽ കണ്ടിരിക്കുന്ന സെയിം, ഇതിന് തൊട്ട് മുന്നേ ഉള്ള വേരിയൻറ്റിൽ കണ്ടിരിക്കുന്ന സെയിം ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ. ഗൈസ് ഇതിൻ്റെ ലുക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അധികം ഇഷ്ടപ്പെട്ടില്ല. ഒരു കുഞ്ഞ് ഹെഡ്ലൈറ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് FC വെർഷൻ 1 വെച്ച് നോക്കുമ്പോഴത്തേന് ഹെഡ്ലൈറ്റ് ഒന്നും ചെറുതാക്കിയ പോലെ. ഗൈസ് പിന്നെ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലൂമിനേഷനാണ്. ഇതിൻ്റെ ഇലൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇലൂമിനേഷനാണ്, പക്ഷേ വൈഡായിട്ടുള്ളൊരു ഇലൂമിനേഷൻ ഇല്ല. അപ്പോൾ അതെനിക്ക് ചെറിയൊരു പോരായ്മ, നല്ല രീതിയിലുള്ളൊരു പോരായ്മയാണ്. കാര്യം ഗൈസ് ഇപ്പോൾ ടൂർ ചെയ്യുന്ന സമയത്താണ് ആ ഒരു പോരായ്മ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ടൂറിങ്ങിന് ഞാൻ ഈ ഒരു ബൈക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇപ്പം സിറ്റി റൈഡിലൊക്കെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചെറിയ ഓട്ടങ്ങളൊക്കെ പോകണം, സിറ്റിയിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യണം. അത്യാവശ്യം നിങ്ങൾക്ക് ഡെയിലി നല്ലൊരു അത്യാവശ്യം ഒരു ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്ററൊക്കെ ഡെയിലി ഓടുന്ന ഒരാൾക്കാണെങ്കിൽ മസ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. ഗൈസ് അപ്പം ഇവനെ മൊത്തത്തിൽ ഞാനൊന്ന് പറയുവാണെങ്കിൽ ഇവനാളൊരു ശാന്തപ്പനാന്ന് പറയാം. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ എൻജിൻ തന്നെയാണ്. കാര്യം ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് 149 cc എയർ കൂൾഡ് FI എൻജിനാണ്. പക്ഷേ ഈ ഒരു എൻജിൻ എന്ന് പറഞ്ഞാൽ അധികം ബഹളമൊന്നും വെക്കാതെ ഒരു റഫ്നെസ് ഒന്നും ഇല്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിനാണ്. അത് നീറ്റ് ആൻഡ് സ്മൂത്ത്, ഒരു അധികം ഒച്ചപ്പാടോ വൈബ്രേഷനോ ഒന്നും ഉണ്ടാക്കാത്ത ഒരു പാവ എൻജിൻ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഹോണ്ടയുടെ വണ്ടിയിലുള്ള അത്ര ഒരു റിഫൈൻമെൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയില്ല, പക്ഷേ പക്ക ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. അതായത് ഒരു റഫില്ല. അതായത് നമ്മുടെ പഴയ FC, അതായത് വെർഷൻ 1 FC വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് അത്രത്തോളം ഒരു റഫില്ല. വെർഷൻ 1-ൽ നിന്ന് വെർഷൻ 2-ലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ള പവർ ഡ്രോപ്പ് ഇതിൽ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ അത് ടോപ്പ് എൻഡിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് ആ ഒരു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻജിൻ്റെ ഭാഗത്തു നിന്ന് പറയാൻ. ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ ഓടിക്കുന്ന സമയത്ത് എൻജിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാം. നമ്മളിപ്പോൾ ഇനി ടാങ്കിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ടാങ്കാണ്, നല്ല സൈസുണ്ട്. കാണുമ്പോൾ നമുക്ക് നല്ല സൈസായിട്ട് തോന്നും, പക്ഷേ ഇതിനകത്ത് വരുന്ന ഏകദേശം ഒരു 13 ലിറ്റർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ മൈലേജ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇതിനൊരു 45 to 50 മൈലേജ് കിട്ടും. പക്ഷേ ആ മൈലേജ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാം. പിന്നെ സീറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സീറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അതായത് പക്ക കംഫർട്ട്, അതായത് റൈഡറിനും കംഫർട്ട് അൾട്ടിമേറ്റ് ആണ്, പില്ലിയണിനും നല്ല രീതിയിലുള്ളൊരു കംഫർട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നല്ല വൈഡായിട്ടുള്ളൊരു സിംഗിൾ സീറ്റാണ് വരുന്നത്. പിന്നെ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഡ്യുവൽ കളർ ടോണിലാണ് നമ്മുടെ ഈ ഒരു സീറ്റ് വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു റെഡും ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു സീറ്റ് വന്നിരിക്കുന്നത്. അത് നല്ലൊരു അത്യാവശ്യം നല്ല കാര്യം, റെഡ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഡിസൈനിങ് കാര്യങ്ങൾ സീറ്റിൻ്റെ ഭാഗത്ത് വന്നു. പിന്നെ ഈ ഒരു ഗ്രാബ് റെയിൽ എൻ്റെ മോനെ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് മീൻസ് നല്ല രീതിയിലുള്ളൊരു ഗ്രാബ് റെയിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ MTയിലോ അല്ലെങ്കിൽ വെർഷൻ 1 FCയിലോ കണ്ട പോലെ ഇച്ചിരി മുറിച്ച് കളയുക അല്ലെങ്കിൽ
ഇവിടെ മാത്രമായിട്ടുള്ള പോലെ ഒന്നുമല്ല, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ്. പിന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലാണ്. നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ MTയുടെ ടെയിൽ ലൈറ്റാണ് വന്നിരിക്കുന്നത് വിത്ത് LED. പക്ഷേ MTക്കകത്തുള്ളൊരു പോരായ്മയായിരുന്നു, ഇങ്ങനെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കിടന്നിങ്ങനെ ആടുമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല, നല്ല രീതിയിലാണ് ആ ഒരു രീതിയിലും നമ്മുടെ യമഹയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, ഹഗ്ഗറും കാര്യങ്ങളൊക്കെ അത് ഒരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല, പഴയ പോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ ടയേഴ്സ് വരുന്നത് ബാക്കിൽ 140 ടയേഴ്സ്, സ്റ്റോക്ക് ടയേഴ്സ് വരുന്ന MRF ആണ്. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്കിപ്പം മെഡ്സില്ലറുണ്ട്, അപ്പോളോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം, കുറച്ചുകൂടെ പെർഫോമൻസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു റോഡിൽ ഉള്ളൊരു ഇമ്പാക്റ്റ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ വരുന്ന 100 സെക്ഷൻ്റെ ടയേഴ്സാണ്, സാധാരണ നോർമൽ F6 ഒക്കെ വരുന്ന ടയേഴ്സാണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സിംഗിൾ ചാനൽ ABS ആണ്. പൂച്ച കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ബൈറ്റുള്ള രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് അല്ല. ഞാനത് ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അധികം ബൈറ്റില്ല എങ്കിലും പിടിച്ചെടുത്ത് കിട്ടുന്ന പോലത്തെ ഒരു ബ്രേക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു 5-ൽ 3 കൊടുക്കാം ബ്രേക്കിങ്ങിന്. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് നോട്ടൊക്കെ നമ്മുടെ പഴയ ഇതിൽ പോലെ തന്നെയാണ്, സെയിമും കാര്യങ്ങളൊക്കെയാണ്. അതായത് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ആകെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ തുടക്കം പറഞ്ഞ പോലെ നമ്മുടെ പെയിൻറ്റ് സ്കീം, പിന്നെ നമ്മുടെ സീറ്റ്, നമ്മുടെ അലോയ്സിലുള്ള കളർ ചേഞ്ചിലും ഒരു ബാക്ക് മെയിനായിട്ടുള്ള ചേഞ്ചാണ് ബാക്കിലെ ഒരു ടെയിൽ ലൈറ്റിൽ. പിന്നെ താക്കോലിടുന്നത് ഇതിൻ്റെ ഇവിടെയാണ് കേട്ടോ. കാര്യം ഞാൻ കുറച്ച് കൂടിയ വണ്ടികളിലൊക്കെ ഒരു 600 cc മണ്ടയ്ക്കുള്ള വണ്ടികളിലൊക്കെയാണ് ഈ താക്കോൽ അവിടെ ഇടുന്ന ഒരു ഫീച്ചർ. പക്ഷേ ഇതിനൊക്കെ ഉള്ള നല്ലൊരു കാര്യമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കയറി ഇരുന്നിട്ട് പറയാമേ. നമ്മൾ താക്കോൽ ഓണാക്കുന്ന സമയത്ത് നമ്മുടെ സ്പീഡോമീറ്റർ വളരെ കുഞ്ഞൊരു സ്പീഡോമീറ്ററാണ്. അതെനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. കുറച്ചുകൂടി ഇവിടെയൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യായിരുന്നു. നമ്മുടെ MTയിലൊക്കെ കണ്ടുവരുന്ന പോലെ കുറച്ചുകൂടെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ആക്കാമായിരുന്നു. നെഗറ്റീവ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഒരു ഓഡോമീറ്റർ വരുന്നുണ്ട്, 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു ടൈം വരുന്നുണ്ട്, പിന്നെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേറ്റർ ആണെന്ന് വരുന്നുണ്ട്, പിന്നെ കുറച്ച് വാണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല, അതുകൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ വന്നില്ല. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. അത് ഞാൻ നേരെ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഇത് പൊടിക്കൊന്ന് ഫ്രണ്ടിലായിട്ട് ബെൻഡ് ചെയ്താൽ മതി. അതായത് അധികം സ്പോർട്ടി ആയിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററല്ല ഉള്ളത്. അത്യാവശ്യം നല്ല രീതി നെഞ്ച് വിരിച്ചിരിക്കാവുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. അതിൽ വരുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസാണ്. അത് ഞാൻ എടുത്ത് പറയുന്നില്ല, വളരെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസാണ്, അതുകൊണ്ടാണ്. പിന്നെ ക്ലച്ച് ഫീലൊക്കെ വളരെ സ്മൂത്താണ്, അധികം ഹാർഡും അല്ല, പക്ഷേ കൂടുതലും സ്മൂത്താണ് കേട്ടോ. സിറ്റിയിലൊക്കെ നൈസായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു സ്മൂത്ത്നെസ് ഉള്ള ക്ലച്ചാണ്. പിന്നെ സീറ്റ് ഹൈറ്റിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 790 mm ആണ് സീറ്റ് ഹൈറ്റ്. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് 2 കാലം അത്യാവശ്യം നന്നായിട്ട് തറയിൽ കാല് കുത്താവും കണ്ടോ. പ്ലസ് ഇപ്പോൾ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണെന്ന് വിചാരിക്കും, അതായത് കൊണ്ട് നടക്കാനൊക്കെ പാടാണ്, എങ്ങനെ കൊണ്ട് നടക്കുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ടാങ്ക് ഉണ്ടെന്ന് നിങ്ങൾ പേടിക്കേണ്ട, 135 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാം. പ്ലസ് അപ്പോൾ നമുക്ക് ഇവൻ്റെ എക്സോസ്റ്റ് നോട്ടോടൊന്ന് കേൾക്കാം. നമ്മുടെ BS6 FC വന്നിരിക്കുന്ന ആ ഒരു സെയിം എക്സോസ്റ്റ് നോട്ടും കാര്യം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബാസുണ്ട്. അതായത് നമുക്ക് ഓടിക്കുന്ന സമയത്ത് അത് അറിയാൻ പറ്റും. അതായത് കുറച്ച് കൈ കൊടുത്തൊക്കെ പോകുന്ന സമയത്ത് പറയാൻ വിട്ടുപോയ കാര്യം നമ്മുടെ കണ്ണാടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു മിററാണ്. വെച്ചാൽ നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെയാണ്, പുറമേ നമ്മൾ കാണുന്ന സമയത്തൊക്കെ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ പഴയ ഡിയോടെയൊക്കെ ഒരു കണ്ണാടി പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത്രത്തോളം ഒരു വിസിബിലിറ്റി ഇല്ല, പക്ഷേ കാണുന്ന സമയത്ത് ലുക്കുണ്ട്, പുറമേ കാണുന്ന സമയത്ത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ബൈക്ക് ഇഷ്ടപ്പെട്ടോ? എന്തോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ബാക്കി ഈ കളറൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ? സൗണ്ട് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഓടിച്ചിട്ട് വരാമേ. ഇപ്പം ഓടിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഒരു പവർ ഡ്രോപ്പ് പോലെ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പഴയ FC വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താവട്ടെ, അതായത് പഴയ FC വെച്ച് നോക്കുവാണെങ്കിൽ, ഒരു വെർഷൻ 1 FC വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റഫ്നെസ് ഈ ഒരു വണ്ടിയിൽ നിന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാര്യം പഴയ FCയിൽ നിങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യം ഒരു സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പെട്ടെന്ന് സ്പീഡ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് സഡനായിട്ട് പിടിച്ച് ഗിയറൊക്കെ ഡൗൺ ചെയ്തിട്ട് കൈ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് അങ്ങ് കയറിക്കോളും. പക്ഷേ ഇതിനകത്ത് ആ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവൻ്റെ ലോ എൻഡും മിഡ് റേഞ്ചും പക്കയെന്ന് പറയാം.
ഒരു ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ നമ്മുടെ 100 കഴിഞ്ഞ്, അതായത് 100 വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള സ്പീഡ് 101, 102, 103 ഓരോ സ്പീഡ് നമുക്ക് എണ്ണി കയറാനായിട്ട് കാണാം. ഒരു 108 വരെയൊക്കെ അങ്ങേറ്റം പോകും. അപ്പം BS6 വണ്ടികളിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. പിന്നെ കേസ് ഇപ്പോൾ ഈ വണ്ടി ആരൊക്കെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുടക്കം പറഞ്ഞ പോലെ അധികം ഹാർഷായിട്ടൊന്നും ഓടിക്കാതെ, അതായത് ശാന്തരായിട്ട് സമാധാനപ്രിയരായിട്ട് പോകുന്നവർ, അതായത് ഒരു 70-80 റേഞ്ചിലൊക്കെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നവരാണെങ്കിൽ, ഒരു 5th ഗിയറിൽ 70-80 സ്മൂത്തായിട്ട് പോകാം. ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് തന്നെ ആ ഒരു സ്പീഡാണ്, 70-80. അതാണ് അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് മൊത്തത്തിലുള്ള ഒരു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം 70 to 80 അതാണ് അതിൻ്റെ ഒരു സ്പീഡെന്ന് പറയുന്നത്. പിന്നെ പില്ലിയണ വെച്ചൊക്കെ പോകാനായിട്ടൊക്കെ പക്കയാണ്. നിങ്ങൾ പില്ലിയണ വെച്ച് കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി തന്നെ ചൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നതൊക്കെ വളരെ ഈസിയാണ്, കുറവാണ്. അതായത് ഇപ്പം പെട്രോൾ ചിലവൊക്കെ ആണെങ്കിൽ തന്നെ ഏകദേശം നല്ല രീതിയിൽ ഒരു 45-50 മൈലേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം ആ ഒരു കേസിൽ പൈസ അധികം ചിലവാകത്തില്ല. ഗൈസ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ യമഹയുടെ ഫാമിലിയിൽ തന്നെ നമ്മുടെ MT ഉണ്ട്. അതായത് നിങ്ങൾ അത്യാവശ്യം ഒരു 80 പോകാം, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 100 പോകണം, ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൈ കൊടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് MT പോലത്തെ വണ്ടികളൊക്കെ നോക്കാം. പക്ഷേ ഇവൻ അതിന് പറ്റിയ ഒരാളല്ല. ഇവൻ ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഒരു സമാധാനപ്രിയനാണ്. മെല്ലെ പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ പക്കയാണ്. അത് മെല്ലെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു ധൃതിയൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഓടിച്ച് കൊണ്ട് നടക്കാം, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരുത്തനാണ് ഇവൻ. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. സസ്പെൻഷൻ കുഴപ്പമില്ല, കുറച്ചൊന്ന് ഫ്രണ്ട് നല്ല രീതിയിലൊരു സ്മൂത്താണ്, പക്ഷേ ബാക്ക് കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ ബാക്ക് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആക്കുവാണെങ്കിൽ കോർണർ കുറച്ചുകൂടെ പക്കയാക്കാം എന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നും പറഞ്ഞ് ഇതൊരു സൂപ്പർ കോർണറിങ്ങിനുള്ള വണ്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം കോർണറൊക്കെ ചെയ്യാം. കാര്യം 140യുടെ സെക്ഷനുള്ള ടയർസ് വന്നുകൊണ്ട് തന്നെ, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ കോർണർ ചെയ്യാം. കാര്യം കോർണറിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ FC ആണ്. FC വെർഷൻ 1 വന്നപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വലിപ്പം കൂടിയൊരു ടയറായിരുന്നു, 140യുടെ ടയേഴ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ FC ഒക്കെ ഉള്ളവർക്ക് അറിയാം, FC ഓടിച്ചവർക്കും യൂസ് ചെയ്തവർക്ക് അറിയാം കോർണറിങ് അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടാണെന്ന്. അപ്പോൾ ആ ഒരു സമയത്തുള്ള തിളങ്ങി നിന്നിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പൾസർ, കരിഷ്മ അങ്ങനെയുള്ള വണ്ടികളൊക്കെ. അതിൻ്റെയൊക്കെ ഇടയിലേക്കാണ് നമ്മുടെ FC ഇടിച്ച് കയറി വലിയ ടയറൊക്കെ ആയിട്ട് ലോഡ് ഓഫ് ദി സ്ട്രീറ്റ് എന്ന് തന്നെ ആയിരുന്നു അന്ന് നമ്മൾ വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ FC എനിക്ക് എത്രത്തോളം ആ ഒരു പേര് അനുയോജ്യമാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു എഞ്ചിൻ സൈഡാണ്, എഞ്ചിൻ സൈഡിൽ വരുത്തിയ കാര്യം. പക്ഷേ നല്ല രീതിയിലൊരു സ്മൂത്ത്നെസ് ആണ് ഈ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പുതിയ FCSൽ വന്നിരിക്കുന്നത്. ഞാനെന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.